Hello my dear students, welcome back to Eagle Learning. This is me Aslam. So dear students, +1 മാത്സും അതേപോലെ ക്രിസ്മസ് എക്സാമും പല ആൾക്കാരുടെയും പേടി സ്വപ്നമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് പ്ലാനോട് കൂടി പഠിച്ചാൽ നമുക്ക് +1 മാത്സിലെ ക്രിസ്മസ് എക്സാം വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ +1 എത്തിയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ബോർഡ് നടത്തുന്ന ഒരു എക്സാം നേരിടാൻ പോകുന്നത്. സോ അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ എന്താക്കുക, ഈ എക്സാമിനെ സമീപിക്കുക. ഇനി മാത്സിലേക്ക് വരാണെങ്കിൽ വേണ്ട ഏത് സബ്ജക്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നോക്കേണ്ടത് ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കി ചാപ്റ്റേഴ്സിനെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് നേടാൻ പറ്റും. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ കേസാണ്. മാത്സിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് 12 ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തെ 12 ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് മാത്സിൽ വരുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സ്? സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇനീക്വാളിറ്റീസ്, പെർമുറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, സീക്വൻസസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി ആൻഡ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതായത് 12 ചാപ്റ്റേഴ്സ്. നമുക്ക് +1 ആകെ 14 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ 12 ചാപ്റ്റേഴ്സും എന്തുണ്ട്? ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ വെയിറ്റേജ് പറയുന്നതിൽ +or-1 ആയിരിക്കും. ചിലപ്പോൾ ഒരു മാർക്ക് അങ്ങോട്ട് കൂടും, ചിലപ്പോൾ ഒരു മാർക്ക് ഇങ്ങോട്ട് വരും. അത്ര മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. സോ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത് ചാപ്റ്റർ വരുന്നത് സെറ്റ്സ് ആണ്. സെറ്റ്സിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 7 മാർക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അതിന്റെ വെയിറ്റേജ് 9 മാർക്കാണ് വരുന്നത്. ഇതിലൊരു കാര്യം പറയാനുള്ളത്, റിലേഷൻ ഫംഗ്ഷനും സെറ്റ്സിന്റെയും മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സെറ്റ്സ് ആയിരിക്കും 9 മാർക്കിന്, റിലേഷൻ ഫംഗ്ഷനും 7 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് വരുന്ന ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. പല മക്കളുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. പക്ഷേ ആ ചാപ്റ്ററിന് അത്യാവശ്യം വെയിറ്റേജും ഉണ്ട്. 7 മാർക്സിന് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ ട്രിഗ്നോമെട്രിയിലെ ഫുൾ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ വരുന്ന നാലാമത്തെ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിന് മാത്രം വലിയ വെയിറ്റേജ് ഒന്നും വരുന്നില്ല. ആകെ 4 മാർക്കാണ്. പക്ഷേ ഈ 4 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നേടാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് NCERT ബേസ് ചെയ്തുകൊണ്ട് പഠിക്കുക. പിന്നെ ലീനിയർ ഇനീക്വാളിറ്റീസ് ഇതും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന്റെ വെയിറ്റേജും 4 മാർക്കാണ് വരുന്നത് കേട്ടോ. ആ 4 മാർക്കും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്ന ആറാമത്തെ ചാപ്റ്റർ ആണ് പെർമുറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 9 മാർക്കാണ്. എത്ര മാർക്ക് ഉണ്ട്? 9 മാർക്ക് വെയിറ്റേജ് ഉണ്ട് പെർമുറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്. പിന്നീട് വരുന്നു ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ആണ് ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ് ബൈനോമിയൽ തിയറത്തിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ഒരു മാർക്ക് അങ്ങോട്ട് കൂടാനല്ലാതെ കുറയാൻ ചാൻസ് ഇല്ല കേട്ടോ. 3 മാർക്കിന് എന്തായാലും ചോദിക്കും. പിന്നീട് വരുന്ന ചാപ്റ്റർ ആണ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന 8ാമത് ചാപ്റ്റർ. ഇതിന്റെ വെയിറ്റേജ് വരുന്നത് 7 മാർക്സ് ആണ് വെയിറ്റേജ് വരുന്നത്. അത് അത്യാവശ്യം നല്ല അടിപൊളി ചാപ്റ്റർ ആണ്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻസിന്റെ വെയിറ്റേജ് വരുന്നത് 7 മാർക്സ് ആണ്. കോണിക് സെക്ഷൻസ് 9 മാർക്ക്. ഗെയിൻ 9 മാർക്ക് വെയിറ്റേജ് വരുന്ന അടുത്ത ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ആള്. പിന്നെ 11ാമത് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. ഈ ചാപ്റ്ററിൽ വരുന്ന വെയിറ്റേജ് 4 മാർക്കാണ്. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററിൽ പെട്ടതാണ് 3-dimensional ജോമെട്രി എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. പിന്നീട് അവസാനത്തെ കിടിലൻ ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നിങ്ങളുടെ പല ആൾക്കാരുടെയും പേടി സ്വപ്നമാവാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. പക്ഷേ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 10 മാർക്കാണ്. അതായത് 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരേ ഒരു ചാപ്റ്ററെ നിങ്ങൾ ഇവിടെ കാണുന്നുള്ളൂ. അപ്പം ഇത്രയുമാണ് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് വരുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുക ചാപ്റ്റേഴ്സ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെ ഇതിനെക്കുറിച്ച് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമെന്ന് ചോദിച്ചാൽ ഏഗൺ ഓൾറെഡി ലൈവുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ചാപ്റ്ററിനെയും എല്ലാ ചാപ്റ്ററും കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ ക്ലാസ് എടുക്കുന്നതാണ്, ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ എന്തൊക്കെ ഏഗൺ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു കാര്യം കൂടി റിമൈൻഡ് ചെയ്യുകയാണ്, നാളെ 7 മണിക്ക് ഈവനിങ് 7 മണിക്ക് ഞാനും സിക്കന്ദർ സാറും 9 മാർക്ക് വെയിറ്റേജ് വരുന്ന പെർമുറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിന്റെ ലൈവുമായിട്ടും വരുന്നുണ്ട്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നിങ്ങൾ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലെ വീഡിയോസുമായിട്ട് നമുക്കിനി കാണാം, ലൈവിലുമായിട്ട് കാണാം. സോ ഡിയർ സ്റ്റുഡൻസ്, അടിപൊളി പഠിക്കുക. ബൈ.